താങ്ക് യു സോ മച്ച്. നമുക്ക് ബിനീഷേട്ടാ, നമുക്ക് നമ്മുടെ ഫംഗ്ഷൻ ഫാമിലി ഫംഗ്ഷൻ കൂടെ പോകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കേക്ക് സെറമണീസ് ഒക്കെ ഉണ്ട്. അത് ഫാമിലി മെമ്പേഴ്സിനെ കൂടി ഞാൻ ഇങ്ങോട്ടേക്ക് ബിനീഷേട്ടന്റെ മറ്റ് കുടുംബാംഗങ്ങളെയും കൂടി ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് മീ വെൽക്കം മിസ്റ്റർ രാജേഷ് ഓൺ സ്റ്റേജ്. ഇവരെല്ലാവരും വേദിയിൽ ജോയിൻ ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ബിനീഷേന്റെ സഹോദരങ്ങളെ വേദിയിലേക്ക് എത്തുമ്പോൾ എനിക്ക് അറിയാവുന്ന മറ്റൊരു ആളുകൂടിയുണ്ട്. ബിനീഷേന്റെ രൂപസാദൃശ്യം എനിക്ക് തോന്നുന്നു ഓൺലൈൻ മീഡിയാസിലൊന്നും അത്രയും കണ്ടുപരിചയമില്ല. ഏകദേശം ബിനീഷേന്റെ കണ്ടുള്ള ഞങ്ങൾക്ക് കൊച്ചിയിലുള്ള ആളുകൾ സ്നേഹപൂർവ്വം റാംബോ സ്റ്റാൻലി എന്നാണ് അദ്ദേഹത്തെ വിളിക്കാറുള്ളത്. ഇവിടെ സൈഡിലുണ്ട്. ചേട്ടനെ ഒന്ന് നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്താറുണ്ട്. നല്ലൊരു ഗൈഡ് നിങ്ങൾ എല്ലാവരും ചേർന്ന് കൊടുക്കുക. അദ്ദേഹത്തിനും നമ്മുടെ ബിനീഷേന്റെ സഹോദരനാണ്. നമസ്കാരം. ബിനീഷും ധാരയ്ക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും അവർക്കുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. കാരണം ഈ മനസ്സുപോലെ തന്നെ ഇത് ബിനീഷ് വെറുതെ പറയല്ല, ഒരു വലിയ മനസ്സിനുടമയാണ്. നന്മകൾ നേരും, ഒരുപാട് നന്മ ഉണ്ടാവും കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇനി അടുത്തതായിട്ട് നമുക്ക് എന്നതിലുപരി എനിക്ക് തോന്നുന്നു ശോഭയുടെ ആ ഒരു സാരി കളക്ഷൻ ആയിരിക്കും അവിടെ ഏറ്റവും കൂടുതൽ ഗേൾസ് ഫാൻ ആയിട്ടുള്ളത്. ആൻഡ് വൺ ഓഫ് ദം ഇസ് ലിറ്റിൽ മീ. സോ ശോഭയ്ക്ക് എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കേട്ടതിന് ശേഷം നമുക്ക് ബാക്കി ഫാമിലി മെമ്പേഴ്സിനെ വേദിയിലേക്ക് വരാം. സന്തോഷമായിട്ട് സമാധാനമായിട്ട് നല്ലൊരു ജീവിതം ആശംസിക്കുന്നു. അമ്മേനെ നമ്മൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചു. താങ്ക് യു സോ മച്ച്. ഡെഫിനറ്റ്ലി നമുക്കൊരു ഫോട്ടോ പെട്ടെന്ന് റിക്വസ്റ്റ് ഉണ്ട്. ഇവിടെ എല്ലാവരും കുറെ നേരമായിട്ട് ഫോട്ടോസ് എടുക്കാനും വിഷസ് അറിയിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ എനിക്കറിയാം. പക്ഷെ വേദിയിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മുടെ സെറിമണീസ് കൂടി ഉണ്ട്. അപ്പൊ അതും കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതേപോലെ പെട്ടെന്നുള്ള സർപ്രൈസ് ആയിട്ട് എൻട്രി ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ടീച്ചറിന്റെ സുഹൃത്തുക്കളുണ്ട്. ഞാനൊന്ന് മൈക്ക് ആശംസ അറിയിക്കാൻ വേണ്ടിയിട്ട് ടീച്ചറിന് കൊടുക്കുന്നത് മതി. താങ്ക് യു. രണ്ട് വാക്കെന്ന് പറഞ്ഞാൽ രണ്ട് വാക്കിനപ്പുറം പോയില്ല. അപ്പൊ താങ്ക് യു സോ മച്ച് ടീച്ചർ ഫോർ ജോയിനിങ്. അല്ല, ടീച്ചർ എന്താ പറയുക, രണ്ട് വാക്കിൽ ഇത്രയും മീഡിയക്കാർ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്, ഓൺലൈൻകാരൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും. ടീം പറഞ്ഞ് ഒന്നുകൂടി ഒന്ന് പൊക്കിത്തള്ളണമെന്ന് പറഞ്ഞു. ടീം നല്ലവരാണ്. ഇന്ന് പുണ്യാളനായിട്ട് പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. കാരണം എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ, പക്ഷേ അല്ലെങ്കിലും നല്ലതേ പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓടിയെത്തിയത്. എന്തായാലും എന്തായാലും ഒരുപാട് വർഷം സന്തോഷമായിട്ട് കഴിയാനുള്ള ഭാഗ്യം ലഭിക്കട്ടെ. ടീമിന്റെ പോയത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞങ്ങൾ അറിയിച്ചാൽ മതി. ഞങ്ങൾ ഫുള്ള് ടീമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്റെ പേരോ വിളിച്ചാണ്. എനിക്ക് വിജയിനെ കാണണം, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മുടെ താരയുടെ സിബ്ലിങ്ങിനെയും കൂടി വേദിയിലേക്ക് വെൽക്കം ചെയ്യാണ് മിസ്റ്റർ പ്രിൻസ് റെജി. അപ്പൊ നേരത്തെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒന്ന് ഫ്രണ്ടിലേക്ക് വരാം. താരയുടെ പേരൻസും അതോടൊപ്പം തന്നെ ബ്രദറും ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ ബിനീഷേട്ടന്റെ അമ്മച്ചി ആൻഡ് ബാക്കി അപ്പൊ ഇവര് മാത്രം ഒന്ന് ഫ്രണ്ടിലേക്ക് വരാം. ബാക്കി എല്ലാവരും ഒന്ന് സൈഡിലേക്ക് നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഏറ്റവും ഇമീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് മാത്രമാണ് ഇവിടെ ജോയിൻ ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള സെലിബ്രേഷൻസ് ഒക്കെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇനി അധികം സംസാരിച്ച് നമുക്ക് സമയം കളയണ്ട. നേരെ ഈ ഒരു ക്യാൻഡിൽ ലൈറ്റിംഗ് സെലിബ്രേഷന്റെ സിബ്ലിങ്ങിന്റെ കാര്യം കൂടി പറയേണ്ടതായിട്ടുണ്ട്. യെസ്, അപ്പൊ നമ്മുടെ ബിനീഷേട്ടന്റെ അമ്മച്ചിയാണ് വെൽക്കം ചെയ്യുന്നത്. അമ്മച്ചിയാണ് ഈ ഒരു മെയിൻ ക്യാൻഡിൽ നമ്മുടെ കപ്പിളിന് എടുത്ത് നൽകാൻ പോകുന്നത്. Now requesting our newlyweds here, രണ്ടുപേരും ഒന്നിച്ച് നമ്മുടെ സെന്ററിലുള്ള ക്യാൻഡിൽ, നടുക്കുള്ള ക്യാൻഡിൽ രണ്ടാളും കൂടി ചേർന്ന് ഒരുമിച്ച് ലൈറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. Ladies and gentlemen, can we have a huge round of applause for them? ഇനി അടുത്തതായിട്ട് നമ്മുടെ ബിനീഷേട്ടന്റെ താങ്ക് യു ലക്ഷ്മി, താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒന്ന്
എല്ലാവരും കൂടി ചേർന്ന് നമ്മുടെ ലെഫ്റ്റ് സൈഡിലുള്ള ക്യാൻഡിൽ ലൈറ്റ് ചെയ്യാണ്. എല്ലാവരും ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യട്ടെ. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനിങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.